ഹായ് ഓൾ. അപ്പം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തോട്ട് പോവുകയാണ്. റൂമിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് പോകാൻ നേരത്തുള്ള വഴിയാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള വഴിയല്ലേ. പിന്നെ നമ്മളിവിടെയാണ് ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് തീരുമാനിച്ചേക്കുന്നത്. ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. ഫുഡ് കഴിച്ച് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. എന്നിട്ട് വൈകിട്ടത്തേക്കിനുള്ള കുക്കിംഗ് നമുക്ക് സ്റ്റാർട്ടാകണം. എല്ലാവരും ഓരോരോ പണിയിലാണ്. കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കറിയും കപ്പയും വെക്കാനാണ് നമ്മളിന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. അതിനുള്ള ഉള്ളിയും സാധനങ്ങളും ഓരോരുത്തരെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഏൽപ്പിച്ചേക്കുകയാണ്. അതവർ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തതാണ്. നമ്മുടെ മുതലാളി പുള്ളിയാണെങ്കിൽ ഇതുവരെ പണിയെടുക്കാത്ത ആൾക്കാർ വരെയാണ് ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. കപ്പ നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോന്ന് അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇറച്ചിക്ക് നമുക്ക് മസാലയൊക്കെ ഇട്ട് ഓരോന്നിനും അതിന് ഭാഗമായിട്ടുള്ള മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്യുക. എന്നതിന് മുമ്പ് നമുക്ക് നാരങ്ങയും കൂടി പിഴിതിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് ചിക്കൻ അങ്ങോട്ട് മാറ്റി വെക്കാം. ചിക്കൻ്റെ പരിപാടി ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ നമുക്ക് അരിഞ്ഞ് സെറ്റാക്കണം. ഓരോന്നും അതിൻ്റേതായിട്ട് അളവരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇടാനുള്ള സവാളയും ഉള്ളിയും കാര്യങ്ങളും എല്ലാം അരിഞ്ഞ് ഓരോരോ പാത്രത്തിനകത്തേക്ക് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് മസാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മാസ്റ്റർ കുക്കൊന്നും അല്ല, അറിയാവുന്ന രീതിയിലാണ് എല്ലാവരും ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാസ്റ്ററാണ്. എന്താണ് പുള്ളിടിയാണ് പുള്ളി. എല്ലാം ചതയ്ക്കാൻ പുള്ളി മെയിനാണ് പുള്ളി. അത് പുള്ളി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കപ്പ നമ്മളെ കഴുകി റെഡിയാക്കി എല്ലാം അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. സവാള, പച്ചമുളക്, ഇഞ്ചി ഇടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇനി കുക്ക് ചെയ്യാനുള്ള പാത്രം കഴുകി കപ്പയിട്ട് വെള്ളമൊക്കെ സെറ്റ് ഒഴിച്ച് വെച്ചു. അപ്പോൾ നമ്മളെല്ലാം അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് കുക്കിങ്ങിന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തുനിന്ന് കറങ്ങാൻ പോകാം. നമുക്ക് അടുത്തൊരു കുരിശുമലയുണ്ട്. ആ കുരിശുമലയ്ക്ക് അപ്പുറത്ത് അവിടെ ഒന്ന് കയറി മല കയറാൻ പോവുകയാണ്. ഇതൊക്കെ ആരൊക്കെ എവിടെയൊക്കെ കയറുന്നത് കണ്ടറിയാം നമുക്ക് ഗൈസ്. നമുക്കപ്പോൾ പോയാൽ